US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം ടേമിൽ അധികാരമേറ്റത് മുതൽ ശക്തമായ പരിശോധനകളും നിയമങ്ങളുമാണ് US-ൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം H-1B വിസ അപേക്ഷകര് എത്ര ലക്ഷം രൂപ മുടക്കാനും തയ്യാറാണ്. കുടിയേറ്റ നിയമങ്ങൾ ശക്തമായ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾ US-ലേക്ക് പോകുന്നത് ഗുണം ചെയ്യുമോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മികച്ച ജീവിത നിലവാരം, മികച്ച കരിയർ, നല്ല ജോലി ഒക്കെ ലക്ഷ്യം വെച്ചായിരിക്കും പല ഇന്ത്യക്കാരും US-ലേക്ക് പൊക്കോണ്ടിരുന്നതും ഇപ്പോൾ ആളുകൾ സ്വപ്നം കാണുന്നതും. ഇതിനായി നമ്മൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോണൊക്കെ എടുക്കും. അല്ലെങ്കിൽ നമുക്കുള്ള എല്ലാ വസ്തുക്കളും വകകളും ഒക്കെ വിറ്റ് പെറുക്കിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. എന്നാൽ ഇപ്പം, അതായത് രണ്ടാം ടേമിൽ US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം അതിശക്തമായ പരിശോധനകളുണ്ട്, വിസ നിയന്ത്രണങ്ങളുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ വിസ ഇന്റർവ്യൂവും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ തന്നെ നിരസിക്കലുകളൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം വീണ്ടും വീണ്ടും ആളുകൾ US-ലേക്ക് പോകുന്നത് ഗുണകരമായിരിക്കുമോ? ഇതിൽ ലോകത്തെല്ലായിടത്തും ഉള്ള പോലെയുള്ള ഒരു സന്ദേഹം എല്ലാ ആളുകളുടെ ഇടയിലുണ്ട്. കാരണം ട്രംപ് എന്ത് നയമാണ് ഏത് സന്ദർഭത്തിലാണ് കൊണ്ടുവരാമെന്നൊന്നും ആർക്കും ഒരു പിടിയില്ല. അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷനൊക്കെ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ആളുകൾ അങ്ങോട്ട് പോകാൻ തയ്യാറാണ്. അവർക്ക് US ഇപ്പോഴും ഒരു സ്വപ്ന നഗരമാണ്, സ്വപ്ന മേഖലയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ US തന്നെയാണ് ഇപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ഒരു എന്താ പറയുക, ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിൽ ഏത് കാര്യത്തിലും മുമ്പിൽ നിൽക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ കമ്പനീസിൻ്റെ കാര്യം എടുക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4-5 കമ്പനികൾ ഇപ്പോഴും അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ചൈനയെ രണ്ടാമത്തെ പ്രധാന ശക്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാങ്കേതികതയുടെ കാര്യത്തിൽ മറ്റ് എല്ലാ മേഖലയിലും ഇപ്പോഴും US തന്നെയാണ് മുമ്പിൽ. അപ്പോൾ അവിടേക്ക് പോകുക എന്നുള്ള ആ ഒരു സ്വപ്നത്തിന് ഒരിക്കലും തടയാൻ പറ്റില്ല. മനുഷ്യരുടെ കുടിയേറ്റ വാസന എന്ന് പറയുന്നത് ഒരാൾക്കും തടഞ്ഞു വയ്ക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലൊരു കാര്യം. മനുഷ്യരുടെ കുടിയേറ്റത്തിനോടുള്ള താല്പര്യം, കുടിയേറാനുള്ള ആ ഒരു വാസനയെ നമുക്ക് തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, കുടിയേറ്റത്തിന് പറ്റിയ ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് US മുമ്പിൽ തന്നെ നിൽക്കുന്നത്. അത് ഇനി ഏത് ട്രംപ് വന്ന് തടയാൻ ശ്രമിച്ചാലും അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനത്തെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ഉണ്ട്. യാഷ് ശർമ്മ എന്ന് പറഞ്ഞൊരു പയ്യൻ അവിടെ നിന്ന് ന്യൂയോർക്കിൽ നിന്നിട്ട് അയാൾ പറയാണ്, ഇവിടെ അയാളുടെ ഒരു സുഹൃത്ത് 1 കോടി രൂപ ശമ്പളത്തിൽ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അത്രയും ശമ്പളത്തിൽ വരുന്നതിൽ എത്രത്തോളം ലാഭകരമാണെന്നാണ് അയാൾ ചർച്ച ചെയ്യുന്നത്. അയാൾ പറയുന്നത് 1 കോടി രൂപയിൽ ഏതാണ്ട് 40% നിങ്ങൾ ടാക്സായിട്ട് കൊടുക്കണം. അതിന് ഒരു 3 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് ന്യൂയോർക്ക് സിറ്റിയിൽ നിങ്ങൾക്ക് വാടക പെർ മന്ത് വരും. അതും ഒരു വർഷത്തിൽ ഒരു 30-35 ലക്ഷം രൂപ ആ വഴിക്കും പോകും. അപ്പോൾ ബാക്കി വരുന്നത് 20-25 ലക്ഷം 30 ലക്ഷം രൂപയുടെ ആണ് ബാക്കി കയ്യിലുണ്ടാവുക. ഈ ബാക്കി വരുന്ന എമൗണ്ട് കൊണ്ട് അതിനു വേണ്ടിയിട്ട് ആണോ നിങ്ങൾ US-ലേക്ക് വരുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചകളാണ് പിന്നീട് വരുന്നത്. ഈ ചർച്ചകളിലൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ US-ലേക്ക് ഒരിക്കലും കുടിയേറ്റത്തിന് ശ്രമിക്കാത്ത ആളുകളാണ് അതിന് നെഗറ്റീവ് കമൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരൊക്കെ അവിടെ പോയിട്ട് വെറുതെ വെട്ടിപ്പണിയെടുക്കാതെ, അതങ്ങനെയൊന്നുമല്ല. അവിടെ പോകുന്നത് എങ്ങനെ പോയാലും ആ സാലറി നമുക്ക് ഇവിടെ സ്വപ്നം കാണാൻ കഴിയില്ല. അവിടെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 30 lakhs ബാക്കിയുണ്ടെങ്കിൽ കൂളായിട്ട് ജീവിക്കാം. ഒരു സിംഗിൾ പേഴ്സൺ കൂളായിട്ട് ജീവിക്കാം. അത് കഴിഞ്ഞിട്ട് ശരിയായിട്ട് പിടിച്ചിട്ടും ഒക്കെ സേവ് ചെയ്തിട്ടും ജീവിക്കുന്ന ആൾക്ക് എങ്ങനെ പോയാലും ഒരു $10,000 എങ്കിലും കയ്യിൽ ബാക്കി ഉണ്ടായിരിക്കും. അത് അത്രയും വലിയൊരു സേവിങ്സ് നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ എത്ര കമ്പനീസിൽ അത്രയും വലിയ എലീറ്റ് കമ്പനീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, കുറച്ച് എക്സ്പീരിയൻസ്ഡായ ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ടാവും എന്നല്ലാതെ ഒരു ജസ്റ്റ് ടാലൻറ്റഡായ ഒരു പുതിയ ആൾക്ക് അതത്ര സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല ഇന്ത്യയിൽ. ഇപ്പൊ പൈസയുടെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്, നമുക്ക് പൈസ ലഭിക്കും, അടിച്ചു പൊളിച്ച് ജീവിക്കാം, അങ്ങനെയൊക്കെ പറയുന്നത് ഓക്കെയാണ്. പക്ഷെ എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് വായിച്ചത്, ഒരു യുവതിയുടെ പോസ്റ്റാണ്. അപ്പോൾ അവർ പറയുന്നത്, അവർ ഇന്ത്യയിലെ UP നിന്നാണ് പോയിട്ടുള്ള സ്ത്രീയാണ്, കാലിഫോർണിയയിൽ ജീവിക്കുന്ന ഒരു യുവതിയാണ്. അപ്പോൾ അവർ പറയുന്നത്
എല്ലാം ഉണ്ട് US-ൽ. പക്ഷെ ഇന്ത്യയിലുള്ള പലതും അവർക്ക് അവിടെ കിട്ടുന്നില്ല. അതായത് ഒരു ഫാമിലി തമ്മിലുള്ള ഒരു ബോണ്ട്, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇപ്പൊ ഫുഡൊക്കെ അവർക്ക് ലഭിക്കും, അതായത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിനായി അവർ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം, പേ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ഒരു ജോലിക്കാരിയൊന്നും അവർക്ക് വേഗത്തിൽ കിട്ടില്ല. കാരണം ഇവിടെ പെട്ടെന്ന് ലഭിക്കും, അതായത് തുച്ഛമായ ശമ്പളത്തിൽ കൊടുത്താൽ മതി. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ നല്ല സാലറി കൊടുത്താൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. അത് 2 പേർക്കും ജോലി ഇല്ലെങ്കിൽ US-ൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ ആഘോഷങ്ങളുടെ കാര്യമാണെങ്കിലും ഒന്നും ആർക്കും സമയമില്ല, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ള ഓട്ടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഇന്ത്യ തന്നെയാണ് അവർക്ക് കുറച്ചും കൂടെ സ്വർഗമായിട്ടുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നിട്ടും അവർക്കൊരു സന്തോഷം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മാനസികമായി അവർക്കൊരു സന്തോഷം ലഭിക്കുന്നില്ല. അവർ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഭർത്താവിന്റെ കൂടെ ഡിപ്പെൻഡന്റ് വിസയിൽ പോയ സ്ത്രീയാണ്. അപ്പൊ അവർക്ക് ജോലി കിട്ടാൻ കുറച്ച് സമയം എടുത്തു. അപ്പൊ ആ ഒരു പീരീഡ് അവർക്ക് ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. ഇപ്പൊ അവര് ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ H1B വിസയിലെ നിയന്ത്രണങ്ങളാണ്. അപ്പം ഭർത്താവിന്റെ ജോലി എപ്പോൾ വേണമെങ്കിലും പോകാം, IT പ്രൊഫഷണലാണ്. അപ്പോൾ അതൊക്കെ അവരെ ഭയങ്കരമായി ബാധിക്കുന്നുണ്ട്. അതായത് ഓരോ ദിവസവും അവർ പറയുന്ന അവരുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ജോലി നഷ്ടപ്പെടുവോ, താമസിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, കുട്ടികളുടെ ഭാവി, ഇതിനെയൊക്കെ കുറിച്ച് അവർക്ക് ആശങ്കയാണ്. എന്നാൽ അവർ പറയുന്നത് അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ഒരു മടിയുമുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ലോണും കാര്യങ്ങളും എടുത്ത് പോയിട്ട് അവർക്കതൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഒരു പ്രതിസന്ധി അവർ നേരിട്ടുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ ഒരു ഇതൊന്നും മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഇന്ത്യൻ വീട്ടമ്മയുടെ ജീവിതം നമുക്ക് US-ൽ സാധ്യമല്ല. നമ്മളൊരു ചീപ്പ് കംഫർട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ റേഡിയോ ഒക്കെ വെച്ച് ഉച്ചമയക്കം ഒക്കെ നടത്താൻ പറ്റുന്ന ആ തരത്തിലൊരു സുഖത്തിന് വേണ്ടിയിട്ടോ അല്ല US-ൽ പോകുന്നത്. US-ൽ പോകുന്നവരൊക്കെ ആ സ്ട്രെസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. അവിടെ ഉയർന്ന റിസ്ക് ഉണ്ട്, അതിനനുസരിച്ചുള്ള റിവാർഡും ഉണ്ട്. ഇതാണ് അവിടുത്തെ ഒരു ആകർഷണം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ പോയിട്ട് നമ്മൾക്ക് നമ്മുടെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈല് പിന്തുടരാമെന്ന് വിചാരിക്കുന്നതിൽ അബദ്ധമാണ്. അവിടെ ഒരുപാട് പെർഫോമൻസിന് വലിയ പ്രാധാന്യം കിട്ടുന്ന, ടാലൻറ്റിന് വലിയ പ്രാധാന്യം കിട്ടുന്ന കമ്പനീസാണ്. വലിയ വലിയ കമ്പനീസിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീപ്പ് എന്താ പറയുക, ഇൻറ്റേർണൽ പൊളിറ്റിക്സ് കാണണം, ബോസിങ് അനുഭവിക്കണം. ഇതൊന്നുമില്ലാതെ പ്യുവർലി നിങ്ങളുടെ പെർഫോമൻസിനെ വാല്യൂ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ലോകം വേറെ, അവരുടെ സാലറി ലെവൽ വേറെ. ഇതാണ് നമ്മൾ US-ൽ കാണുന്നത്. US നമ്മളെപ്പോഴും കാണുമ്പോൾ ഈ ഒരു എന്താ പറയുക, അതിൻ്റെ ക്രീമി ലെയറിൽ നോക്കിയിട്ട് തന്നെയാണ് നമ്മളവിടെ പോകുന്നത്. ആ ക്രീമി ലെയറിൽ എത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം. പിന്നെ അതല്ലാതെ ഇവിടെ ഗുജറാത്തിൽ നിന്ന് മറ്റേ പണ്ട് ഗൾഫിലേക്ക് ലോഞ്ചിക്ക് പോകാന്ന് പറയും, ഈ ലോഞ്ചിക്ക് പോകാന്ന് പറയും, മറ്റേ എന്താ പറയുക, ഈ ഉരുക്കളിലൊക്കെ എന്ന് പറയും, അതിൽ കയറിയിട്ട് പോയിരുന്ന ആളുകളുണ്ട് 60s-ലും 70s-ലൊക്കെ. അതുപോലെ ഒന്നും അതുപോലെ പോകുന്ന ആളുകളുണ്ട് ഇപ്പോഴും ഗുജറാത്തിൽ. അവർ ഈ അതിർത്തിയൊക്കെ കടന്ന് അനധികൃത കുടിയേറ്റം. അപ്പോൾ അവരുടെ കാര്യം അല്ല നമ്മൾ ഇപ്പം മലയാളികൾ പ്രത്യേകിച്ചും ആ തരത്തിലല്ല ആലോചിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്കൊന്നും എനിക്ക് തോന്നുന്നത് ഇതുവരെ ഒരു മങ്ങലേറ്റിട്ടില്ല. പക്ഷേ ഈ സ്ട്രെസ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു കോർപ്പറേറ്റ് ലൈഫിലെ സ്ട്രെസ്സോ ഒന്നുമല്ലാതെ പൊളിറ്റിക്കൽ സ്ട്രെസ്സ് വരുന്നുണ്ട്. ഈ സ്ട്രെസ്സിനെ നേരിടുക ഇച്ചിരി പ്രയാസം തന്നെ ആയിരിക്കും. അതിന് എന്താണ് പോംവഴി എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ ട്രംപിന് ഓരോ തോന്നലാണ്. അപ്പോൾ അതിലൊരു പരിഹാരം സത്യത്തിലില്ല. പക്ഷേ US എപ്പോഴും ഒരു ഡ്രീം സ്പേസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു വേറൊരു പ്രശ്നം ഞാൻ കണ്ടത്, നമ്മൾ ഇവിടുത്തെ ആൾക്കാർ പോയിട്ട് ഇന്ത്യയും US-ഉം തമ്മിൽ കമ്പയർ ചെയ്യും. രണ്ടും 2 ലെവലിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇവിടുത്തെ സാധനങ്ങളുടെ വിലയല്ല അവിടുത്തെ സാധനങ്ങളുടെ വില. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഇതിന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിൽ ഞാൻ 50 രൂപയ്ക്കായിരുന്നു അരി വാങ്ങുന്നത്, US-ൽ ഞാൻ 100 രൂപയ്ക്കാന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് പഴയ ഒരു സന്യാസിയുടെ കഥയുണ്ട്. അപ്പോൾ സന്യാസിയും ശിഷ്യനും കൂടിയിട്ട് ഒരു രാജ്യത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കുറവ്. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് ഇവിടെ സാധനങ്ങൾ ഇവിടെ ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം വളരെ ചീപ്പാണ് സാധനം. നമ്മളിങ്ങനെ തെണ്ടി ജീവിക്കുന്നവരല്ലേ, ഭിക്ഷുക്കളാണല്ലോ. അപ്പോൾ നമുക്ക് ആ ചില്ലറ പൈസ കൊണ്ട് ഇവിടെ കൂടുതൽ കൂളായിട്ട് ജീവിക്കാം. അപ്പോൾ
ഗുരു സമ്മതിച്ചില്ല. കാരണം അവിടെ സാധനങ്ങൾക്ക് മാത്രമല്ല, ചിലപ്പോൾ വാല്യൂസിനും വില കുറവാൻ സാധ്യതയുണ്ട്. നമുക്ക് ചിലപ്പോൾ അടി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന കർഷകന് പൈസ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഭിക്ഷുക്കൾ കൂടെ തിന്നുന്ന നേരത്ത് അവർക്കും പൈസ കിട്ടില്ല. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അതാണ്. അപ്പോൾ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കമ്പാരിസൺ കൊണ്ട് ഒരു കാര്യമില്ല. അവിടുത്തെ ജീവിതം അവിടെയാണ്. അവിടെ പക്ഷെ ചിലവാക്കുമ്പോൾ ഏതൊരാൾക്കും, ഇപ്പോൾ ഗൾഫുകാരും ആലോചിക്കാറുണ്ട്, നമ്മൾ കേൾക്കുന്നതാണ്. ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് നോക്കും, ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കും. പക്ഷേ അമേരിക്കൻ കുടിയേറ്റത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവിടെ താമസിക്കാനും അവിടെ ജീവിക്കാനുമാണ് പോകുന്നത്. ഗൾഫ് കുടിയേറ്റത്തിൻ്റെ സ്വഭാവം പോവുക തിരിച്ചു വരിക എന്നാണ്. നമുക്ക് പൗരത്വമൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ US കുടിയേറ്റത്തിൻ്റെ ഒരു പ്രധാന മെച്ചം എന്ന് പറയുന്നത്, മെച്ചമെന്നല്ല, അവിടുത്തെ ഒരു പ്രധാന ഉന്നം പറയുന്നത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യുക, അവിടെ തന്നെ കുട്ടികളെ വളർത്തുക, അവരെ US-കാരായിട്ട് വളർത്തുക, അതൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ പോകുന്നവരെ സംബന്ധിച്ച് ഈ കമ്പാരിസണിന് തന്നെ പ്രസക്തിയില്ല. പക്ഷെ ചിലരൊക്കെ ഉണ്ടായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ US കുടിയേറ്റത്തിൻ്റെ ഒക്കെ UK കുടിയേറ്റത്തിൻ്റെ ഒക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും US-ലേക്ക് പോകുന്നത് ഒരു നല്ല തീരുമാനം തന്നെയാണ് എന്നാണോ? നല്ല തീരുമാനം, ചെയ്ത തീരുമാനം ഓരോ ആളുകളെ പോലെ. നമ്മളെ സംബന്ധിച്ച്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ആ ലൈഫ് സ്റ്റൈൽ ഇഷ്ടമില്ല. പക്ഷേ ആ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അത് അവിടുത്തെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ ജീവിതത്തിലെ ക്വാളിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അത്രയും ഉയർന്ന ക്വാളിറ്റിയുള്ള ലൈഫ് ഇതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് ഒരു ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു യുവാവ് വിചാരിക്കുകയാണെങ്കിൽ നമുക്കെന്ത് തെറ്റ് പറയാൻ പറ്റും? അപ്പോൾ അത് ആകർഷിക്കുന്നത് തുടരും. ഇപ്പോൾ ട്രംപിൻ്റെ ഈ എക്സ്ട്രീം വലതുപക്ഷ നിലപാടിനൊന്നും ഒരു പരിധിക്കപ്പുറമൊന്നും യാത്ര ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇറാനിൽ തന്നെ അയാൾ കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അങ്ങനത്തെ എക്സ്ട്രീം നിലപാടുകൾക്ക് ഒരു പരിധിക്കപ്പുറം മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ ഒരു ടേം കഴിഞ്ഞാൽ ഇനി വരുന്ന ഡെമോക്രാറ്റ് ആയിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ തന്നെ വന്നാലും ട്രംപിൻ്റെ നിലപാടുകൾ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഒരുപാട് കാലമൊന്നും ഇപ്പോൾ അയാൾക്കിത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, പല രാജ്യങ്ങളായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ ഒക്കെ കേസുകളാണ് ഇതിനകത്ത് ചുറ്റിപ്പറ്റി നടക്കുന്നത്. ട്രംപ് കാരണം രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും മറ്റ് പോംവഴികൾ, ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. ഇതൊക്കെ US-നും ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ US-നകത്ത് തന്നെ അയാളുടെ പൊതുസമ്മതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഒരു പരിധിക്കപ്പുറം വലിയ പ്രതിസന്ധിയായിട്ട് എന്താ പറയുക മറികടക്കാൻ പറ്റാത്ത പ്രതിസന്ധിയായിട്ട് മാറും എന്ന് കരുതാൻ വയ്യ. കാരണം US-ന് ആവശ്യമുണ്ട്, ആളെ ആവശ്യമുണ്ട്, ടാലൻറ്റിന് ആവശ്യമുണ്ട്. ആ ടാലൻറ്റ് ഇല്ലാത്ത ഒരു രാജ്യമാണെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന വൻ ടെക്നോളജി കമ്പനികൾ, ലോകോത്തരമായിട്ടുള്ള കമ്പനീസ് അവിടെ ഇല്ലാതാവണം. അവിടെ ഇപ്പോഴും കമ്പനീസ് ഉണ്ട്, അവർക്ക് ടാലൻസിനെ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അതിലാണ് ട്രംപും കളിക്കുന്നത്. ഈ ടാലൻറ്റിനെ മാത്രം നിങ്ങൾ എടുത്താൽ മതി, അതിൻ്റെ ഇടയിൽ കൂടെ വെറുതെ ടാലൻ്റ് ഇല്ലാത്തവരും കൂടി പിടിച്ച് വലിച്ച് കയറ്റണ്ട എന്നാണ് അയാൾ ഉന്നയിക്കുന്ന പ്രശ്നം. പക്ഷേ അത് കമ്പനീസിൻ്റെ സർവൈവലിന് ഇത് ഇച്ചിരി ലൂസായിട്ട് നിന്നാൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ എന്തായാലും ഒരു ദീർഘകാലത്തേക്ക് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നു നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ഈ പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ജീവിത നിലവാരവും ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച കരിയറും ഒക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലോ. അത് വളരെ വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇന്ത്യയിൽ കിട്ടാനിടയുള്ള ഒരു സ്വീകാര്യത. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ H1B വിസയും മറ്റേ ഗ്രീൻ കാർഡ് ഇഷ്യൂസും ഒക്കെ ആയിട്ട് അവൾക്ക് തിരിച്ചു വരേണ്ടി വന്നാൽ പോലും അവിടെ അയാൾ ഈ കരിയറിൽ ഇത്രയും കാലം ചിലവഴിച്ച സമയം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മികച്ച സമയമാണ്, ഏറ്റവും വാല്യൂ കിട്ടുന്നതാണ് നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാലും. അതുപോലെ അവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റിന് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നും നമുക്ക് ഒരു എന്താ പറയുക വേറൊരു സാധനം വെക്കാനില്ല. പിന്നെ എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോസൊക്കെ വരുന്നുണ്ട്, ഓരോരുത്തർ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. അതൊക്കെ കാണുന്നത് ചില ആളുകൾ കാണുന്നത് അത് അവിടെ പോയി കുട്ടിപ്പോരുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, അതല്ലെങ്കിൽ ആ പയ്യൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഇനി ഞാനിവിടെ വന്ന് ഇനി നിങ്ങളാരും വരണ്ട എന്ന മൂഡിൽ പറയുന്നതായിട്ട് കാണുന്നു. ശരിക്കും ആളുകൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ്, ആളുകൾ അവിടെ പോയവരുടെ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്താണെന്നാണ് അന്വേഷിക്കുക.
അങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് പോയി ജയിച്ചവരുടെ കഥകളാണ് നമുക്ക് കാണാനുള്ളത്. പോയവരാരും പൊട്ടിപ്പാളീസായിട്ടൊന്നുമില്ല. അവരൊക്കെ എപ്പോഴും കൂളായിട്ട് ജീവിക്കുന്നു. നമ്മൾ തന്നെ കാണുന്ന സോഷ്യൽ മീഡിയയിൽ അവരിങ്ങനെ ജീവിക്കുന്നതാണ്. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അത് അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫാർ റൈറ്റ് മൂവ്മെൻറ്റ് ഇവിടെ ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ഇന്ത്യയിലും കുടിയേറ്റക്കാരെ നമ്മൾ ഓടിക്കുന്നുണ്ട്. ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ നടക്കുന്ന കാര്യമാണ്. അവിടെ ആ ഓടുന്ന ആളുകളാണ് നമ്മൾ. ഇവിടെ ഓടുന്നത് വേറെ രാജ്യക്കാരായിരിക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എല്ലായിടത്തും ഈ ഫാർ റൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ വേറെ തരത്തിൽ ഈ ഫാർ റൈറ്റിനെ എന്താ പറയുക ഇത് ചെയ്യേണ്ടത് ഫൈറ്റ് ചെയ്യേണ്ടത് വന്നേക്കാം. അപ്പോൾ അത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഈ കാര്യങ്ങൾ അളക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. US പോകുന്നവർ സ്വന്തം റിസ്കിൽ സ്ട്രെസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം പോകുക. അല്ല, അങ്ങനെയല്ല. സ്വന്തം റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റിസ്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. വലിയ റിസ്ക് ഒന്നും ഇപ്പോഴും ഇല്ല. അത് നമ്മൾ ശരിയാണ്, സ്ട്രെസ് ഉണ്ട്. ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രെസ് ഉണ്ട്. ഇതിൽ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാലൻറ്റഡ് നമ്മൾ മിക്കവാറും ആളുകൾ ഇങ്ങനെ പോകുന്നവരാണെന്നേ. ടാലൻറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകുന്നവരാണ് മലയാളികൾ സംബന്ധിച്ചാണ് പറയുന്നത്. അല്ലാതെ പോകുന്നത് ഗുജറാത്തിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെയാണ് അങ്ങനത്തെ കുടിയേറ്റങ്ങൾ ധാരാളമുള്ളത്. നമുക്കതിൽ അത്ര കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ US മലയാളികൾ കുറവായിരിക്കും. ഇല്ല എന്നൊന്നും പറയുന്നതല്ല, പക്ഷെ കുറവായിരിക്കും. അത്തരം റിസ്ക്കുകൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഇല്ല. പക്ഷേ ഈ സ്ട്രെസ് ഉണ്ട്, പൊളിറ്റിക്കൽ സ്ട്രെസ് ഉണ്ട്. അത് ശരിയാണ്, ഒരു റിയാലിറ്റിയാണ്.